മലയാള മനോരമ 2024 ഫെബ്രുവരി 13 ചൊവ്വ. കേരള സീനിയർ സിറ്റിസൺസ് ബിൽ ശുപാർശ. മാതാപിതാക്കളെ നോക്കിയില്ലെങ്കിൽ 6 മാസം തടവ്, 1 ലക്ഷം പിഴ. മുതിർന്ന പൗരന്മാരോട് ബന്ധുക്കൾ ക്രൂരത കാണിച്ചാൽ 3 വർഷം വരെ തടവ് ശിക്ഷ. മുതിർന്ന പൗരന്മാരെ നോക്കാത്ത മക്കൾക്കും അവകാശിയായ ബന്ധുക്കൾക്കും 6 മാസം തടവും 1 ലക്ഷം രൂപ പിഴയും ശുപാർശ ചെയ്ത് പുതിയ കേരള സീനിയർ സിറ്റിസൺസ് ബിൽ നിയമപരിഷ്കരണ കമ്മീഷൻ സമർപ്പിച്ച കരട് ബിൽ നിയമവകുപ്പ് പരിശോധിച്ചു സാമൂഹിക നീതി വകുപ്പിന് കൈമാറി. 15 നിയമസഭാ സമ്മേളനം അവസാനിക്കുന്നതോടെ ഇത് മന്ത്രിസഭാ യോഗത്തിൽ ഓർഡിനൻസായി കൊണ്ടുവരാനാണ് ആലോചന. ഇത് സംബന്ധിച്ച നയം ബജറ്റ് പ്രസംഗത്തിൽ സർക്കാർ വ്യക്തമാക്കിയിരുന്നു. ബന്ധുവോ നിയമപരമായ അവകാശിയോ മുതിർന്ന പൗരന്മാരെ ക്രൂരതയ്ക്ക് വിധേയമാക്കിയാലോ സമ്മതമില്ലാതെ പരിചരണ കേന്ദ്രത്തിലോ മറ്റോ ഉപേക്ഷിച്ചാലോ 3 വർഷം വരെ തടവ് ശിക്ഷയും പിഴയും ബിൽ ശുപാർശ ചെയ്യുന്നു. മുതിർന്ന പൗരന്മാരുടെ ക്ഷേമത്തിനായി സ്റ്റേറ്റ് സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ രൂപീകരിക്കും. മുതിർന്ന പൗരന്റെ സംരക്ഷണത്തിന് ചുമതലയുള്ള കുടുംബാംഗമോ ബന്ധുവോ നിയമപരമായ അവകാശിയോ അത് ചെയ്യുന്നതിൽ പരാജയപ്പെട്ടാൽ സെക്ഷൻ 4 പ്രകാരം മുതിർന്ന പൗരന് കമ്മീഷനിൽ പരാതിപ്പെടാം. കമ്മീഷൻ അത് അന്വേഷിക്കുകയും ചുമതലയുള്ള ബന്ധുക്കളുമായി അനുരഞ്ജനം നടത്തുകയും ചെയ്യും. അത് സാധ്യമാകാത്ത സാഹചര്യത്തിൽ കമ്മീഷൻ ഇരു കക്ഷികളുടെയും വാദം കേട്ട ശേഷം മെയിൻ്റനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് സീനിയർ സിറ്റിസൺസ് ആക്ട് സെക്ഷൻ 7 പ്രകാരം രൂപീകരിച്ച ട്രൈബ്യൂണൽ പാസാക്കേണ്ട മെയിൻ്റനൻസ് ഓർഡർ ഒഴികെ ഉചിതമായ ഉത്തരവുകൾ പുറപ്പെടുവിക്കും. കമ്മീഷൻ ഉത്തരവ് അന്തിമമായിരിക്കും. അത് കമ്മീഷൻ ഓഫീസ്, വില്ലേജ് ഓഫീസ്, ബന്ധപ്പെട്ട തദ്ദേശ ഭരണ സ്ഥാപനം എന്നിവയുടെ നോട്ടീസ് ബോർഡിൽ പ്രസിദ്ധീകരിക്കണം. ഉത്തരവ് പാലിക്കാത്ത കുടുംബാംഗം, ബന്ധു അല്ലെങ്കിൽ നിയമപരമായ അവകാശി 6 മാസം വരെ തടവോ പിഴയോ രണ്ടും കൂടിയോ അനുഭവിക്കണം. പിഴ 1 ലക്ഷം രൂപ വരെയാകാം. പിഴത്തുക പരാതിക്കാരനു ലഭിക്കും. മുതിർന്ന പൗരന്മാർ ഭിക്ഷ യാചിക്കരുത്. അവരെ സർക്കാർ പുനരധിവസിപ്പിക്കണം. അവരെക്കൊണ്ട് ഭിക്ഷയെടുപ്പിക്കുന്നവർക്ക് 3 വർഷം വരെ തടവും പിഴയും ലഭിക്കും. മുതിർന്ന പൗരന്മാരുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ പ്രത്യേക അറിവും അനുഭവപരിചയവും ഉള്ള മുതിർന്ന പൗരനായ അധ്യക്ഷനും 2 അംഗങ്ങളും അടങ്ങുന്നതാണ് സീനിയർ സിറ്റിസൺസ് കമ്മീഷൻ. അംഗങ്ങളിൽ ഒരാൾ നിയമത്തിൽ അറിവുള്ള വ്യക്തിയും മറ്റൊരാൾ സ്ത്രീയുമായിരിക്കും. 3 വർഷത്തേക്കാണ് നിയമനം. ചെയർപേഴ്സണും അംഗങ്ങളും 2 പ്രാവശ്യത്തിൽ കൂടുതൽ പദവി വഹിക്കാൻ യോഗ്യരല്ല. അഡീഷണൽ സെക്രട്ടറിയുടെ റാങ്കിൽ കുറയാത്ത പദവിയിലുള്ള വ്യക്തിയെ സെക്രട്ടറിയായി നിയമിക്കും. തിരുവനന്തപുരമായിരിക്കും കമ്മീഷൻ ആസ്ഥാനം.